കവലകൾ ചുറ്റി ഓട്ടോ നഗരലഹരികൾ ഒത്തി ഓട്ടോ ഇരുളിലും പകലിലും വെയിലും മഴയിലും ഓട്ടോ 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 കണ്ണും പിടിക്കുന്നില്ല പുല്ല്. എന്ത് സാധനോടാ അങ്ങാതിരിയടാ അങ്ങാതിരി അങ്ങാതിരി അവള് പൊങ്കാല ഇടാനും പോയി. എന്തുവാടെ ഇന്നും വല്ലതും നടക്കുവോ? വെയിറ്റ് അവള് ബാത്റൂമിലോട്ട് കയറിട്ടുണ്ട്. ചിലപ്പം വല്ലതും നടക്കും. ഓ ഇവന് എപ്പോ നോക്കിയാലും ഇത് തന്നെ ശവം. എന്റെ പൊന്നളിയാ, നീ ഇത്ര പാവമായിപ്പോയല്ലോ. ഞാൻ ഇന്നലെ കല്യാണത്തിന് പോയപ്പോ വിളമ്പാൻ നിന്ന പയ്യന്റെ അടുത്ത് പറഞ്ഞ് 2 പീസ് ഇടാൻ. അപ്പൊ അവൻ പറയാ എക്സാം ഡ്രോൺ ചെയ്യാ. അങ്ങനത്തെ കാലമാ. നിനക്കറിയാമോ? വല്ലതും ഓടിയൊന്ന്. ഓ ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ വീട്ടിൽ പോകാൻ പോവാ. നാട്ടിൽ എവിടെ നോക്കിയാലും സ്കൂട്ടികളെ ഉള്ളളിയാ. അതുകൊണ്ട് ഓട്ടോക്കാർക്കൊന്നും ഓട്ടമില്ല. അത് കറക്റ്റ്. സുധി വന്നല്ലോ. സുധി അവൻ വന്നോ? അടിച്ചു പറത്തി വരുന്നുണ്ട്. കൊടുവാളോട്ടൊക്കെ വരുന്ന എന്തെങ്കിലും കലിപ്പുണ്ടോ? രാവിലെ പ്രശ്നത്തിനൊന്നും പോകരുത്. ഞാനാണ് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം. ഈ കത്തിയാ ഇത് നമ്മുടെ തെങ്ങേറുന്ന ബാബു മറന്നു വെച്ചത്. നീ ആ വീട്ടിൽ പോകുമ്പോ കൊടുക്കാൻ കൊണ്ടുവന്നത്. അത്രേ ഉള്ളൂ. പിന്നല്ലാതെ അത്രേ ഉള്ളു. നീയൊക്കെ എന്ത് വിചാരിച്ചത്? എന്തോന്നടേ എന്ത് ദിവസം ഒരു 20 വെച്ചെങ്കിലും അനങ്ങിയാ മതിയായിരുന്നു. ചാത്തൻ കൊണ്ടുവരോടാ. പിന്നെ ചാത്തന് ലോങ് ട്രിപ്പ് വാങ്ങിച്ചു കൊടുക്കലല്ലേ ജോലി. അളിയോ ഇല്ല വരുന്ന ആരെന്ന് നോക്കിയാ ഇല്ല 11 ദൂ വരുന്ന ഞാനൊന്ന് തകർക്കും. നീ കണ്ടോ? അളിയാ വേണ്ടടാ. പാവടാ പാവടാ. 11 പോലെ പോക്ക് കേട്ടോ. ചേച്ചിയെ എന്നോങ്ങനെ ബസ്സിൽ പോയാ മതിയാ. ശശിയായില്ല. സാംസങ് അല്ല ലെനോവോ കൊള്ളത്തില്ലടേ. കുറെ നാളായി മാർക്കറ്റില്ലെന്ന്. എന്നാ കൊണ്ടുപോയി കുഴിച്ചില്ല. കൊള്ളത്തില്ലേ? നല്ല സാധനം അളിയൻ തന്നത്. നല്ല ക്യാമറ. ചന്തുവേ നീ നിന്റെ വണ്ടിയുടെ ബാറ്ററി മാറിയടേ. കള്ളന്മാർക്ക് രാത്രിയോ പകലൊന്നുമില്ല അളിയാ. തക്കം കിട്ടിയ അവന്മാരെല്ലാം അടിച്ചോണ്ട് പോകും. അങ്ങനത്തെ ടീമുകളാ. അളിയാ ദാ വരുന്നടാ കാക്ക തൂറി. എവിടെ വെള്ളം? എവിടെ കൊണ്ടിട്ടാലും നമ്മളെ മുഖത്ത് തന്നെ തൂറണം കേട്ടാ. അയ്യോ കാക്ക ഇതെന്തോന്നടേ തിന്നുന്നത്? ബബിൾക്കോ? എവിടെ പോയ? ആറ്റിങ്ങല്ല. പോയ അളിയാ ഇന്നലെ 16 MB സാധനം ഇടേ. നിനക്ക് വേണോ? എടാ അടിപൊളിയാണ്. 4-5 മിനിറ്റ് ഉണ്ട്. നീ ഇങ്ങനെ കള്ളവയറും കൊണ്ട് നടന്നോ? ജേക്കബ് സാർ ഒരു മിനിറ്റ്.
എന്തായി? സാർ, എനിക്ക് കുറച്ച് സാവകാശം തരണം. വിചാരിച്ച പോലെ പൈസ തികഞ്ഞില്ല. ഒരാഴ്ച അതിനകം ഞാൻ താൻ എന്തോടോ പറയുന്നേ? താൻ ഓരോ ദിവസം ഓരോരോ എക്സ്ക്യൂസ് ആണല്ലോ പറയുന്നത്. ഒരാഴ്ച, ഒരൊറ്റ ആഴ്ച, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. താൻ എന്തോടോ തന്റെ ഫോണിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പൈസ വാങ്ങുമ്പോൾ താൻ ഭയങ്കര ഡയലോഗ് ആണല്ലോ. ഇത് ലാസ്റ്റ് വാർണിംഗ്, ഒറ്റ ആഴ്ച. തന്നെ വിളിച്ച തന്നെ എനിക്ക് ഒറ്റ ആഴ്ചക്കുള്ള എനിക്ക് പൈസ വേണം. ശരി സാർ. നീ സമാധാനിക്കും, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇതെന്തെങ്കിലും ചെയ്യാം. ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ. എവിടത്തേക്കാ? ആ വാ കയറ്. എങ്ങോട്ടാ പോവേണ്ടത്? ഒരു സ്ഥലം വരെ. സ്ഥലത്തിന് പേരില്ലേ? ഇൻസൈഡ് റൂം. ഇൻസൈഡ് റൂം അതെവിടെ? അകത്ത മുറി. അത് തന്നെ ഇൻസൈഡ് റൂം. അതെവിടെ? അകത്ത മുറി. ആ അതിനാണോ ഇൻസൈഡ് റൂം എന്ന് പറഞ്ഞേ? സ്ഥലങ്ങളുടെ പേര് പോലും അറിയില്ല. ഈ 500ന്റെ 1000ന്റെ ഒക്കെ നോട്ട് എവിടെ പോയി മാറുമോ എന്തോ. ഓട്ടോ 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 നിക്ക്. ബാങ്ക് വരെ ഒന്ന് പോവല്ലേ? ലത ചേച്ചി, എനിക്ക് അവിടെ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി കേട്ടോ. ഇപ്പോ ചേച്ചിയുടെ ഭർത്താവ് ഇവിടെ തന്നെ ഉണ്ടോ? നമ്മുടെ രവീന്ദ്രനാണ്. എന്ത് ചെയ്യാൻ, അങ്ങർക്ക് ഇപ്പൊ എന്റെ കൊച്ചിനെ വേണ്ട. ആര്? രവീന്ദ്രനാ? ഓ, അയാൾക്ക് അയാളെ പെങ്ങന്മാര് പറയണതേ കേക്കത്തുള്ളൂ. ആഹാ. പിന്നെ കൊച്ചിന്റെ കാര്യം ഞാൻ തന്നെയാ നോക്കുന്നത്. എന്ത് ചെയ്യാൻ, അങ്ങനെയൊക്കെ അങ്ങ് പോണു. എന്ത് ചെയ്യാനാണ് ചേച്ചി, ചില സമയത്ത് മനുഷ്യരുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണ്. അത് തന്നെ. മോളെന്തിനാ പഠിക്കുന്നത്? പ്ലസ് ടു അല്ലേ? ഞാൻ ചേച്ചിയുടെ അനിയൻ സന്തോഷിന്റെ കൂടെ പഠിച്ചത്. ചേച്ചിക്ക് എന്നെ അറിയാം. കേറിയപ്പോഴേ എനിക്ക് തോന്നി മുഖപരിചയം. ആഹാ. എവിടെ വെച്ച് കണ്ടാണെന്ന് ഓർമ്മയില്ല കേട്ടോ. ചേച്ചി നമ്മുടെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്നേ. കൊറേ നാളായില്ലേ മാറിയൊക്കെ പോയിട്ട്. ആ ഇവിടെ തന്നെ മോനെ. ശരി മോനെ. ഓ ശരി ചേച്ചി, കാണാം കാണാം. നല്ല കൊച്ചനാ കേട്ടാ, പൈസ പോലും വാങ്ങിച്ചില്ല. ഇവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഹലോ. ആ സാർ. താനെവിടെ? ഒന്ന് വീട് വരെ വരേണ്ടി വരും. മമ്മയും കൊണ്ടൊന്ന് ചെറുച്ചിലോട്ട് പോകേണ്ടി വരും. സാർ, അതിപ്പോ ഞാൻ വേറൊരു ഓട്ടം പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഞാൻ എത്താൻ ശ്രമിക്കാം. തനിക്ക് വരാൻ പറ്റില്ലെങ്കിൽ വരില്ല എന്ന് പറയണം. ഇല്ലെങ്കിൽ ഞാൻ വേറെ ആണുങ്ങളെ വിളിക്കും. ഒന്ന് വച്ചിട്ട് പോടോ. എന്ത് ചെയ്യാനാണ്? ഇവിടെ നിന്നെടുത്ത് കൊടുക്കാനാണ്. തരാനുള്ളവന്മാർ പൈസ തന്നാലല്ലേ ഇവർക്കൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ മാസം ആകെ പോക്കാണ്. ജേക്കബ് സാറിൻ്റെ പൈസ കൊടുക്കാതിരുന്നാൽ ആകെപ്പാടെ ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല. കള്ളന്മാർക്ക് രാത്രിയോ പകലൊന്നുമില്ല കളിയാ. തക്കം കിട്ടിയ അവന്മാരെല്ലാം അടിച്ചോണ്ട് പോകും. നീ എന്റെ വണ്ടിയുടെ ബാറ്ററി മോട്ടിക്കുള്ള നീ എന്റെ വണ്ടിയുടെ ബാറ്ററി അതിന്റെ മോനെ. നിന്നെ കാരണം ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റുള്ള ബംഗാളി നിന്നെ എന്റെ വണ്ടിയുടെ ബാറ്ററി എടുക്കാൻ നിനക്ക് എങ്ങനെയാണോ ധൈര്യം വന്ന്? എന്താ കാര്യം? എന്താ
എന്റെ വണ്ടിയുടെ ബാറ്ററി ഒരു പാവമാടാ, ഒരു പാവം പയ്യനാ. കള്ളൻ കള്ളാണെന്നല്ല, കള്ളൻ. ചുമ്മാ ഇരുന്ന് നീ. എന്താ എന്ത് പറ്റിയടാ? അവര് പാവോടാ, വണ്ടിയും മറ്റുമൊക്കെ വൃത്തിയാക്കി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട പയ്യൻ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത. നിനക്കിത് എന്താ പറ്റിയേ? എന്താടാ സ്തുതി ഇതൊക്കെ? കുഴപ്പമില്ല, സാരമില്ലടാ, സാരമില്ല. പോട്ടെ പോട്ടെ, അവനറിയാതെ പറ്റിയല്ലേ, പോട്ടെ. നിനക്കിത് എന്താടാ പറ്റിയ സ്തുതി? നിനക്കിത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. അവർ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത പയ്യനാളാ. നിനക്കറിയില്ലേ അത്? സ്ഥിരതയിലേക്ക് നടക്കുന്ന എനിക്ക് എന്ത് ചെയ്യാനാ? ബാ, പേടിക്കണ്ട. ബാ, പേടിക്കണ്ട. ബാ, ഞാൻ ഒന്നും ചെയ്യില്ല. എടാ, കുഴപ്പമില്ലെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നീ വല്ലതും കഴിച്ചോ? വാ, നമുക്ക് വല്ലതും കഴിക്കാം. നീ എപ്പോഴും നിനക്ക് താഴെയുള്ളവരിലേക്ക് നോക്ക്. ഒരിക്കലും നിനക്ക് മുകളിലുള്ളവരിലേക്ക് നീ നോക്കരുത്. ദൈവം നിനക്ക് തന്ന അനുഗ്രഹം കുറച്ച് കാണാതിരിക്കാൻ ഏറ്റവും നിദാനമായിട്ടുള്ളത് അതാണ്.